ഹായ് എവരിവൺ, എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താണെന്നാണ് നോക്കുന്നത്. ഒരു ഡീപ്പ് ബ്രീത്ത് ഇട്ടതിന് ശേഷം കാണുക. ഇത് നന്നായി ഷഫിൾ ചെയ്ത് വെച്ച കാർഡാണ്. തിരിച്ചുപോയി. ബോട്ടം വന്നിട്ടുള്ളത് ഒരു 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ട വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ട യോഗ ചെയ്യുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, എല്ലാം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ട് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരു സ്വപ്നം മാത്രമായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വരാൻ പറ്റാതെ എവിടെയോ തടഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ മനസ്സുകൊണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയതാകാനും സാധ്യതയുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഇയാൾ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നൊരു 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നോ നിങ്ങളുടെ വിഷമം എന്താണെന്നോ അവർ ചിന്തിച്ചില്ല. തിരിച്ചു വന്ന സമയത്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ നിങ്ങളോട് ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും ഇല്ല. അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹമാണുള്ളത്. അവർക്ക് മനസ്സിലായി അവരുടെ അടുത്ത് അത്രയും തെറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളായിട്ട് ഒരു കുടുംബജീവിതം ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി അടുത്ത് വന്നിട്ടുള്ളത് അത് അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ പശ്ചാത്താപമാണെന്നാണ് തോന്നുന്നത്. അവർ അവിടെ റെസ്റ്റ് എടുത്ത് ഇരിക്കുന്ന എന്താ വിഷമിച്ചിട്ട് ഇരിക്കുന്ന കുറ്റബോധത്താൽ ഇരിക്കുകയാണ്. മാനസികമായി തളർന്ന അവസ്ഥയിലുള്ളത്. അവരെ മറ്റു പല പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. 7 ഓഫ് സോർഡ്സ് ആണ് അധികം അടുത്തത് വന്നത്. അത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലല്ല ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് കാണുന്നുണ്ട്. ഒരുപാട് വേദനയോടെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്താണെന്ന് പോലും കേൾക്കാൻ തയ്യാറാകാതെ ഒരു ടൈം കൊടുക്കാതെ ഓടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കിപ്പോൾ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ കിട്ടണമെന്നുള്ള ഒരു ചിന്ത മാത്രമാണുള്ളത്. ആദ്യം നിങ്ങൾ അവരുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ പുറകെയാണ് വരുന്നതായിട്ട് കാണുന്നത്. കാലചക്രം തിരിയുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു കിങ് ഓഫ് സോർഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രിക്റ്റായെന്ന് കാണുന്നുണ്ട്. എല്ലാ കാര്യവും നിങ്ങൾ സ്വന്തം ആക്ഷൻ എടുത്ത് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അവരോട് എല്ലാ കാര്യവും ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. എല്ലാ കാര്യവും നിങ്ങൾ തന്നെ സ്വന്തം ആലോചിച്ച് ചെയ്യുകയാണെന്നാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്ന് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുന്നില്ല. അതിന് കുറച്ചുകൂടെ ഇനിയും സമയം വേണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ ഫുൾ കാർഡ് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്കാണെങ്കിൽ പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ പാഠങ്ങളൊക്കെ പഠിച്ച് അത് ഫുള്ളി മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയി എന്ന് കാണുന്നുണ്ട്.
പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഒരു മാരേജിലൊക്കെ പോകാൻ സാധ്യത കാണുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുള്ളതായി കാണുന്നു. ബ്രേക്കപ്പ് പോലെ ആയ ആൾക്കാർക്ക് അത് മാനിഫെസ്റ്റ് ചെയ്ത് ആ വ്യക്തിയെ തിരികെ കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് തിരഞ്ഞു നോക്കി എടുക്കേണ്ടതായൊരു ചോയ്സ് കാണുന്നുണ്ട്. ലാസ്റ്റ് വന്നത് ഒരു ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഇപ്പോൾ അവർ ഇമോഷണൽ ഡാമേജാണ് കാണിക്കുന്നത്. അവർക്കിപ്പോൾ പല തിരിച്ചറിവുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പ് മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങളിൽ നിന്നും അവരെ അകറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ സ്വന്തം ബുദ്ധി തീരുമാനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അവർക്ക് അറിയുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണോ എന്നൊന്നും ആ പേഴ്സൺ ഇപ്പോൾ അറിയുന്നില്ല. അവർ ദൈവത്തെ വിളിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് എതിരായി നിൽക്കുന്ന ആരുമാകാം, എന്തുമാകാം. ഒരു വ്യക്തി എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് എതിരായി നിൽക്കുന്ന എന്തൊരു ജോലി, വേറെ എന്ത് കാര്യങ്ങളാകാം, അതാണ് തേർഡ് പാർട്ടി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വേറെ വ്യക്തി എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഈ വീഡിയോ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.